എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയൊരു ചോദ്യപേപ്പർ വിശകലനവുമായി വന്നിരിക്കുകയാണ്. 2023 മാർച്ചിൽ നടന്നിട്ടുള്ള കേഡറ്റ് കാറ്റഗറി 3യുടെ പാർട്ട് 2-വിൽ വരുന്ന മലയാളം ചോദ്യപേപ്പറാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയാളം എന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ അശ്രദ്ധയോ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൽ വരുത്തുന്ന പോരായ്മകളൊക്കെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഓരോ ചോദ്യങ്ങളായി നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യത്തെ 10 ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഗദ്യഭാഗത്തിൽ നിന്ന് 5ഉം പദ്യഭാഗത്തിൽ നിന്ന് 5ഉമാണ് ചോദ്യങ്ങൾ വരിക. അപ്പം ഓരോ പാരഗ്രാഫും ഒരു കവിതയുടെ ഭാഗവും തന്നിട്ടുണ്ടാകും. അത് കൃത്യമായി വായിച്ച് അതിന് ഉത്തരം എഴുതുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കൃത്യമായി വായിക്കുക, വിശകലനം ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഉത്തരം നമുക്ക് ചോദ്യപേപ്പറിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. വൈവിധ്യവും വിശാലതയും പുതുകവിതയുടെ മുഖമുദ്രയായി കാണേണ്ടതുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫാണ് ഗദ്യഭാഗത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ പുതുകവിതയുടെ ഭാഷ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ദൈനംദിന ഭാഷയായി തീരുന്നുവെന്ന നേട്ടം ഇന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് എന്ത് ചെയ്യുക, പോസ് ചെയ്തൊന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. നോക്കൂ, സമസ്ത പദങ്ങളും മുൻപ് സാഹിത്യ ഭാഷ എന്ന നിലയിൽ ഉപയോഗിച്ചിരുന്ന വാക്തോരണങ്ങളും ഒക്കെ ഇന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതുകവിതയുടെ വിവിധ ശൈലികളെക്കുറിച്ച്, രീതികളെക്കുറിച്ച്, അതിൻ്റെ സാഹിത്യ ഭംഗിയെക്കുറിച്ച്, അലങ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നൊരു പാരഗ്രാഫാണ്. പ്രതികരണങ്ങളും പാരിസ്ഥിതിക വിഷയങ്ങളും എന്നൊക്കെ പറഞ്ഞങ്ങനെ മുന്നോട്ട് ഒഴുകുന്ന ഒരു പാരഗ്രാഫാണ്. അപ്പോൾ വളരെ എന്താ പറയുക, സാഹിത്യ പരതയുള്ള, സാഹിത്യ ഭംഗിയുള്ള ഒരു പാരഗ്രാഫ് തന്നെയാണ്. അപ്പം ദളിതനും സ്ത്രീയും ഭിന്നലിംഗക്കാരനും എല്ലാം അവരുടെ പെച്ചുകൾക്ക് ഇടം കണ്ടെത്തിയതാകുന്നു പുതുകവിത എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുന്നേറുന്ന ഒന്നാണ്. അപ്പം പലപ്പോഴും നാടകീയമായ അവതരണമാണ് പുതുകവിതയുടേതൊക്കെ എന്നുള്ളൊരു പരാമർശമൊക്കെ ഇതിലുണ്ട്. അത് വായിച്ചു നോക്കുക, വേണ്ടവർ പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കേണ്ടതാണ്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് അത്, ചരിത്ര സാഹിത്യ സാംസ്കാരിക ഭൂമികയുടെ പിൻബലമില്ലാത്തവരെ വായനയിലേക്ക് പ്രവേശിപ്പിക്കാത്ത കവിതകളും കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം, ഒരു സ്വയം വിമർശനം പോലും അതിലുണ്ട് എന്നുള്ളതാണ്. മുന്നോട്ട് പോവുകയാണ്. സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളോടുള്ള ക്ഷിപ്ര പ്രതികരണങ്ങൾ എന്ന നിലയിലുള്ള കവിതകളും ജീവിത നിരീക്ഷണങ്ങളും ഒക്കെ കോർത്തെടുക്കുന്ന കവിതകളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാം കവികളാണ് എന്നുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ പുതുകവിതയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതാണ് വരുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. പാരഗ്രാഫ് കൃത്യമായി ഒന്ന് വായിച്ചു നോക്കുക. അപ്പം ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. നോക്കൂ, നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ആദ്യത്തെ ചോദ്യം, പുതുകവിതകൾ ആസ്വാദ്യതയ്ക്കായി പലപ്പോഴും ഒരുക്കി വെക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. ഒന്ന്, മണിപ്രവാള ശൈലിയാണ്, കറുത്ത ഹാസ്യമാണ്, സംസ്കൃതബദ്ധമായ ഭാഷയാണ്, നാടകീയമായ അവതരണമാണ്. ഈ ചോദ്യവും അതിൻ്റെ ഓപ്ഷൻസും ഒറ്റത്തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വായിക്കാതെ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടുത്തേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാരഗ്രാഫ് കൃത്യമായി വായിക്കണം. നോക്കൂ, മണിപ്രവാള ശൈലി, കറുത്ത ഹാസ്യം, സംസ്കൃതബദ്ധമായ ഭാഷ, ഇതൊക്കെ നമ്മൾ പല ഇടങ്ങളിലായി മലയാള കവിതയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രാചീനവും ആധുനികവുമായ മലയാള കവിതയെക്കുറിച്ച് വിശകലനം ചെയ്ത സമയത്ത് ഈ പ്രയോഗങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് വരാം. നമ്മുടെ ഉത്തരം ഏതാണ്? അത് നാടകീയമായ അവതരണം. ഓപ്ഷൻ ഡി ആണ്, നാടകീയമായ അവതരണമാണ് എന്നുള്ളതാണ്. എന്താണ് നാടകീയമായ അവതരണം എന്ന് ഈ പാരഗ്രാഫിൽ പറയുന്നത്? പുതുകവിതകൾ ആസ്വാദ്യതയ്ക്കായി പലപ്പോഴും നാടകീയമായ അവതരണമാണ് ഒരുക്കി വെക്കുന്നത് എന്നുള്ളൊരു പരാമർശം തന്നെ ആ പാരഗ്രാഫിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്നുള്ള കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പുതുകവിതകളുടെ പ്രത്യേകതകളായി ലേഖകൻ പറയുന്ന കാര്യങ്ങൾക്ക് യോജിക്കാത്തത് ഏതാണ്? യോജിക്കുന്നതല്ല, യോജിക്കാത്തത് ഏതാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ചോദ്യപേപ്പർ കിട്ടുമ്പോൾ നമ്മളത് കൃത്യമായി വായിച്ചു നോക്കണം, ചോദ്യം കൃത്യമായി വായിക്കണം. കാരണം നമുക്ക് തിരുത്താനുള്ള ഒരു അവസരം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നോക്കൂ, രാഷ്ട്രീയ നിലപാടുകളും പാരിസ്ഥിതിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു, വൈയക്തികതയുടെ ഏകഭാഷണങ്ങൾ കവിതകളാക്കുന്നു. ഇനി മറ്റൊന്ന് എന്താണ്? ദളിതർ, സ്ത്രീകൾ, ഭിന്നലിംഗക്കാർ തുടങ്ങിയവരുടെ ജീവിതം കവിതകളിൽ നിന്നും ഒഴിവാക്കുന്നു. അവസാനത്തെ എന്താണ്? സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളോടുള്ള ക്ഷിപ്ര പ്രതികരണങ്ങൾ കവിതയിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും അല്ലേ? കാണുമ്പോൾ എല്ലാം ഒരുപോലെയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആ പാരഗ്രാഫ് കൃത്യമായി വായിച്ചു നോക്കണം. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ് എന്നുള്ളതാണ്.
ദളിതർ, സ്ത്രീകൾ, ഭിന്നലിംഗക്കാർ തുടങ്ങിയവരുടെ ജീവിതം കവിതകളിൽ നിന്നും ഒഴിവാക്കുന്നു എന്നല്ല ഉൾച്ചേർക്കുന്നു എന്നാണ് അതിൻ്റെ ശരിയായത്. പക്ഷെ ഇവിടെ എന്താണ് നമുക്കിവിടെ തെറ്റായതാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ എന്താണ് ദളിതർ, സ്ത്രീകൾ, ഭിന്നലിംഗക്കാർ തുടങ്ങിയവരുടെ ജീവിതം കവിതകളിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്നുള്ളതാണ്. ശരി, ഇനി അങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ പാരഗ്രാഫിൽ നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? പുതുകവിതയുടെ പ്രത്യേകതകളാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നത്. അപ്പം ജീവിതങ്ങളാണ്, ജീവിത അനുഭവങ്ങളാണ് പുതുകവിതകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ദളിതരുടേതുണ്ട്, സ്ത്രീകളുടേതുണ്ട്, ഭിന്നലിംഗക്കാരുടേതുണ്ട്. ഇവരുടെ എല്ലാം ജീവിതം എന്താണ്? കവിതകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവരുടെ അനുഭവങ്ങൾ പുതുകവിതകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് സവിശേഷത എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പുതുകവിതയുടെ ഭാഷാപരമായ നേട്ടം എന്താണ് എന്നുള്ളതാണ്. പുതുകവിതയുടെ ഭാഷാപരമായ നേട്ടം എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ദൈനംദിന ഭാഷയോടുള്ള അടുപ്പം ആണോ? നമുക്ക് നോക്കാം. സമസ്ത പദങ്ങൾ ഉപയോഗിച്ചുള്ള രചന, നാടകീയമായ അവതരണം, അരികുവൽകൃത ജീവിതങ്ങളെ ഒഴിവാക്കൽ എന്നുള്ളതാണ്. അപ്പം ഇതിലേതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. പുതുകവിതയുടെ ഭാഷാപരമായ നേട്ടമാണ്. ഓക്കെ, എന്താണ് ഭാഷാപരമായ നേട്ടം ഏത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഏതാണ് ശരിയായ ഉത്തരം? അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ദൈനംദിന ഭാഷയോടുള്ള അടുപ്പമാണ് എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ കവിതകൾക്ക് എന്താണ്? അതിന് കൃത്യമായ ഒരു താളമോ അല്ലെങ്കിൽ ശൈലിയോ വൃത്തമോ ഒന്നും വേണമെന്നില്ല. മറിച്ച് ഇവിടെ നോക്കൂ, അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ സംസാര ഭാഷയിൽ തന്നെ ദൈനംദിന ഭാഷയോട് അടുത്ത് നിൽക്കുന്ന കവിതകളാണ് ഇപ്പോൾ ഇറങ്ങുന്നവയിൽ ഒട്ടുമിക്കാലും എന്നത് തന്നെയാണ്. അപ്പം സമസ്ത പദങ്ങൾ ഉപയോഗിച്ചുള്ള രചനയല്ല ഉത്തരം, നാടകീയമായ അവതരണം അല്ല ഉത്തരം, അരികുവൽകൃത ജീവിതങ്ങളെ ഒഴിവാക്കലല്ല ഉത്തരം. എന്താണ് മറിച്ച് ഉത്തരം? ഓപ്ഷൻ എ, അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ദൈനംദിന ഭാഷയോടുള്ള അടുപ്പം എന്നുള്ളതാണ് ശരിയായ ഉത്തരമായി വരുന്നത്. ഈ 4 ഓപ്ഷനും ആ പാരഗ്രാഫിൽ തന്നെയുള്ള വാക്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ദൈനംദിന ഭാഷയോടുള്ള അടുപ്പമാണ് ഉത്തരം എന്ന കാര്യം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ശരി, നിത്യജീവിതത്തിൽ നാം പ്രയോഗിക്കുന്ന ഭാഷാരീതി തന്നെയാണ് ഒട്ടുമിക്ക പുതു കവിതകളിലും കാണാൻ കഴിയുന്നത്. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ഇനി പുത്തനൊരു മണിപ്രവാള യാഥാർത്ഥ്യം പുതുകവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ളതിന് തെളിവായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പുത്തനൊരു മണിപ്രവാള യാഥാർത്ഥ്യം പുതുകവിതയിൽ ആവിഷ്കരിച്ചതിന് തെളിവായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ആഖ്യാന വിശേഷത്തിൻ്റെ വിളക്കിച്ചേർക്കൽ, സംസ്കൃത വൃത്തങ്ങളുടെ ആധിക്യം, കമ്പോളത്തിൻ്റെയും സൈബർ വാക്കുകളുടെയും ചേരുവ, അസന്തുലിതമായ ആവിഷ്കരണ രീതി എന്നുള്ളതാണ്. അസന്തുലിതമായ ആവിഷ്കരണ രീതി എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരിക്കാം ഉത്തരം? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഒന്ന് വേഗം ആ പാരഗ്രാഫ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഏതാണ് ഉത്തരമെന്നൊന്ന് വേഗം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ സി ആണ്. കമ്പോളത്തിൻ്റെയും സൈബർ വാക്കുകളുടെയും ചേരുവ എന്നുള്ള ഓപ്ഷൻ സി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. കമ്പോളത്തിൻ്റെയും സൈബർ വാക്കുകളുടെയും ചേരുവ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ, കിട്ടിയെന്ന് കരുതുകയാണ്. കിട്ടാത്തവർ ആ പാരഗ്രാഫ് ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം? മനസ്സിരുത്തി ആഴത്തിൽ വായിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പുതുകവിതയുടെ മുഖമുദ്രയായി ലേഖകൻ അഭിപ്രായപ്പെടുന്നത് എന്ത്? അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. പുതുകവിതയുടെ മുഖമുദ്രയായി ലേഖകൻ അഭിപ്രായപ്പെടുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കതിൻ്റെ ഓപ്ഷൻസിലേക്ക് വരാം. അലങ്കാര സമൃദ്ധമായ ഭാഷ, പ്രമേയതലത്തിലും ആഖ്യാന ശില്പത്തിലുമുള്ള വൈവിധ്യവും വിശാലതയും. ഓപ്ഷൻ സി, ദൈനംദിന ഭാഷയിൽ നിന്നുള്ള അകൽച്ച. അവസാനത്തെ ഓപ്ഷൻ വരികയാണ് അമിതമായ വാഗ്ധോരണികൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേതായിരിക്കാം ഉത്തരം? നമുക്ക് ഒരിക്കൽ കൂടി ചോദ്യം ഞാൻ പറയുകയാണ്. പുതുകവിതയുടെ മുഖമുദ്രയായി ലേഖകൻ അഭിപ്രായപ്പെടുന്നത് എന്തെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് 4 പറഞ്ഞു. ഇനി അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രമേയതലത്തിലും ആഖ്യാന ശില്പത്തിലുമുള്ള വൈവിധ്യവും വിശാലതയും. ഓക്കെ, വൈവിധ്യവും വിശാലതയും ഈ സെന്റൻസ് അതുപോലെ തന്നെ നമ്മുടെ ആ പാരഗ്രാഫിലുണ്ട്. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഓപ്ഷൻ ബി, പ്രമേയതലത്തിലും ആഖ്യാന ശില്പത്തിലുമുള്ള വൈവിധ്യവും വിശാലതയുമാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പുതുകവിയുടെ മുഖമുദ്രയാണ് വൈവിധ്യവും വിശാലതയും എന്ന് ആ പാരഗ്രാഫിൽ ആര് അഭിപ്രായപ്പെടുന്നുണ്ട്? ലേഖകൻ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. താഴെ കൊടുത്തിട്ടുള്ള കാവ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ആദ്യത്തെ 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ എവിടേക്ക് വരികയാണ്? ഇനി നമ്മൾ പദ്യഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഗദ്യം കഴിഞ്ഞു, ഇനി പദ്യമാണ്. കവിത വായിച്ച് ആ കവിതയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്.
ഓക്കെ, ഇതെന്തൊരു ആനന്ദം, ഇതെന്തു കൗതുകം എന്ന് തുടങ്ങുന്ന ഒരു കവിതയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കവിത മുഴുവനായും ഞാൻ വായിക്കുന്നില്ല, കൃത്യമായി നിങ്ങളൊന്ന് പോസ് ചെയ്ത് വേണ്ടവർ വായിച്ചു നോക്കുക. ആദ്യ ഭാഗത്ത് ഗദ്യഭാഗത്ത് നിന്ന് 5 ചോദ്യങ്ങളും ശേഷം പദ്യഭാഗത്ത് നിന്ന് 5 ചോദ്യങ്ങളുമാണ് നൽകുക. ഈ കവിത നിങ്ങളൊന്ന് കൃത്യമായി പോസ് ചെയ്ത് കൃത്യമായി ഒന്ന് വായിച്ചു നോക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും നമ്മൾ അനുഭൂതിയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന കവിതാഭാഗങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പം അതൊന്ന് കൃത്യമായി വായിച്ചു നോക്കുക. ഞാൻ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പം നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇരുട്ട് കീറുന്ന വജ്രസൂചി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കവി ഇരുട്ട് കീറുന്ന വജ്രസൂചി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്നുള്ളതാണ്. നോക്കൂ, ഏതൊക്കെയാണ് ഉത്തരങ്ങൾ? മിന്നൽ പിണരിനെ, മിന്നാമിനുങ്ങിനെ, ചെറുതീയിനെ, താരാഗണങ്ങളെ. ഏതാണ് ഉത്തരം? നമുക്ക് ആ കവിത വായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? കവിത വായിച്ചെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും. നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഭാഗം കൂടിയാണല്ലോ ഇത്. ഇവിടെ നോക്കുക, മിന്നാമിനുങ്ങിനെയാണ് എന്നുള്ളതാണ്. അപ്പം മിന്നാമിനുങ്ങിനെയാണ് ഇരുട്ട് കീറുന്ന വജ്രസൂചി പോലെ എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആരെയാണ്? കവി മിന്നാമിനുങ്ങിനെയാണ് ഇരുട്ട് കീറുന്ന വജ്രസൂചി പോലെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം കവിതയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ്. കവിതയ്ക്ക് ആനന്ദവും കൗതുകവും തോന്നിപ്പിച്ച കാഴ്ച എന്ത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. എന്താണ്? മിന്നാമിനുങ്ങിൻ്റെ വരവാണോ, താരാഗണങ്ങൾ പ്രകാശിക്കുന്നതാണോ, വേലിച്ചെടിയിലെ പൂക്കളാണോ, മിന്നൽ പിണരിൻ്റെ സ്ഫുലിംഗങ്ങളാണോ എന്നുള്ളതാണ് ഓപ്ഷനായി തന്നിരിക്കുന്നത്. A, B, C, D. അപ്പോൾ നമുക്ക് ഏതാണ് ഉത്തരം എന്ന് നോക്കാം. ഏതാണ് ഉത്തരം? മിന്നാമിനുങ്ങിൻ്റെ വരവിനെയാണ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഒരേ ഉത്തരം തന്നെയാണ് 2 ചോദ്യങ്ങൾക്കുമായി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ മിന്നാമിനുങ്ങിൻ്റെ വരവാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ആരോട് പറയുന്നു എന്നുള്ളതാണ്. ആരോട് പറയുന്നു? അപ്പോൾ കവിതയിലെ വരികൾ തരികയാണ്. എന്നിട്ട് ആ വരികൾ തന്ന ശേഷം ഇത് ആരോട് പറയുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കവി നിലാവിനോടാണോ, മിന്നൽ പിണർ താരാഗണങ്ങളോടാണോ, കവി മിന്നാമിനുങ്ങിനോടാണോ, കവി മിന്നൽ പിണരിനോടാണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻസ് കൃത്യമായി വായിക്കുക. കവിത കിട്ടുന്നില്ലെങ്കിൽ കവിത എന്ത് ചെയ്യണം? കവിത ഒരിക്കൽ കൂടി വായിച്ചു പോകണം എന്നുള്ളതാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. കവി മിന്നാമിനുങ്ങിനോട് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ സി കവി മിന്നാമിനുങ്ങിനോട് എന്നുള്ളതാണ്. അപ്പം 3 ചോദ്യത്തിനും ഒറ്റ ഉത്തരമാണല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഉത്തരമാണ് വന്നിരിക്കുന്നത്. പല ചോദ്യങ്ങൾക്ക് പല ഭാവത്തിൽ പല തലങ്ങളിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ കവിത കൃത്യമായി വായിക്കണം എന്നുള്ളതാണ്. താരാഗണങ്ങൾ തമ്മിൽ ആഞ്ഞു പാറുന്ന പൊടിയായിട്ട് കവി സംശയിച്ചത് എന്തിനെയാണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യമാണ് അല്ലേ? താരാഗണങ്ങൾ തമ്മിൽ ആഞ്ഞു പാറുന്ന പൊടിയായിട്ട് കവി സംശയിച്ചത് എന്തിനെ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. അപ്പം ഇരുട്ടിൽ കിടന്ന വേലിച്ചെടിയുടെ പൂക്കളെ, കിളിവാതിലൂടെ കടന്നു വരുന്ന നിലാവിനെ, മിന്നൽ പിണരിൻ്റെ സ്ഫുലിംഗങ്ങളെ, മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരിക്കാം ഉത്തരം? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. വീണ്ടും ഉത്തരം ഏതാണ്? മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ എന്നുള്ളതാണ്. അപ്പോൾ മിന്നാമിനുങ്ങ് വിട്ടൊരു കളിയില്ല എന്ന് വന്നിരിക്കുന്നു അല്ലേ? അപ്പോൾ ആ കവിതയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഏതാണ് ഉത്തരം വന്നിരിക്കുന്നത്? മിന്നാമിനുങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെയും ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ വിശേഷിപ്പിക്കുന്നതിൽ യോജിക്കാത്ത പദം ഏത്? വീണ്ടും ഒരു ചോദ്യം വരികയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ വിശേഷിപ്പിക്കുന്നതിൽ യോജിക്കാത്ത പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ കരുതുകയാണ്. സുന്ദര പ്രഭാകിരണം, മഴയിൽ കെടുന്ന തീനാളം, തങ്കം ഉരച്ച രേഖ, മിന്നൽ പിണർ, സ്ഫുലിംഗം എന്നുള്ളതാണ്. ഏതായിരിക്കാം ഉത്തരം? ഒന്ന് വായിച്ചു നോക്കൂ അല്ലേ? ഓപ്ഷൻ ബി ആണ്. മഴയിൽ കെടുന്ന തീനാളം എന്നുള്ളതാണ് ഉത്തരം എന്നുള്ളതാണ്. ഓക്കെ, മഴയിൽ കെടുന്ന തീനാളം എന്നുള്ളതാണ്. എന്തായിരുന്നു ചോദ്യം? മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ വിശേഷിപ്പിക്കുന്നതിൽ യോജിക്കാത്ത പദമായ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പം ഏതാണ് യോജിക്കാത്തത്? ഓപ്ഷൻ ബി മഴയിൽ കെടുന്ന തീനാളം എന്നുള്ളതാണ്. ഓക്കെ, മഴയിൽ കെടുന്ന തീനാളം. ഇനി നമ്മൾ കവിതയുമായി ബന്ധപ്പെട്ട ഗദ്യവും പദ്യവുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റു ഭാഗങ്ങളിലേക്ക് വരികയാണ്. നോക്കൂ, കഥനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. കഥനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ദുഃഖം, കഴുത്ത്, അപരാധം, പറച്ചിൽ. ഓപ്ഷൻ എ എന്താണ്? ദുഃഖമാണ്. ഓപ്ഷൻ ബി കഴുത്താണ്. ഓപ്ഷൻ സി അപരാധമാണ്. ഓപ്ഷൻ ഡി പറച്ചിലാണ് എന്നുള്ളതാണ്. ഏതാണ് നമുക്ക് ഉത്തരമായി വരുന്നത്? ദുഃഖമാണ് അല്ലേ? ദുഃഖമാണ് എന്തിൻ്റെ ഉത്തരമായി വരുന്നത്? ദുഃഖമാണ്
കഥനം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് എന്നുള്ളതാണ്. അപ്പം ദുഃഖമാണ് കഥനം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വാക്ക് എന്നർത്ഥം വരുന്ന പദം ഏത്? വാക്ക് എന്നർത്ഥം വരുന്ന പദം ഏത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സരണി, നിതാംഗം, ഉക്തി, നേപഥ്യം എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഏതാണ് ഉത്തരമായി വരുന്നത്? ഉക്തിയാണ്. ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, കലാശം ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അപ്പം മലയാളത്തിൽ എന്തായാലും ശൈലി ചോദിച്ചിരിക്കും. അപ്പം ശൈലികൾ കൃത്യമായി പഠിക്കണം. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കലാശം ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കലാശം കൊട്ടുക എന്ന ശൈലി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കലാശം ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണ്? തിരിച്ചടി നൽകുക, ആദ്യം മുതലേ തുടങ്ങുക, അവസാനിപ്പിക്കുക, കൗശലം കാട്ടുക എന്നുള്ളതാണ്. ഏതായിരിക്കും ഉത്തരം? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ സി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ സി അവസാനിപ്പിക്കുക എന്നാണ് കലാശം ചവിട്ടുക എന്നതിന് ഉത്തരമായി വരുന്നത്. ഓക്കെ, ഒരു പ്രവൃത്തി അവസാനിപ്പിക്കുന്നതിനായി കലാശം ചവിട്ടുക എന്ന ശൈലി ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണമായ പദം ഏത് എന്നുള്ളതാണ്. അപ്പം സന്ധികൾ 4 വിധം: ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. കൃത്യമായി പഠിക്കണം. വളരെ വിപുലമായി മലയാളം ഗ്രാമറിൻ്റെ കീഴിൽ ഈ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പം സന്ധികൾ എന്തായാലും സന്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും മലയാളം ചോദ്യപേപ്പറിന് കീഴിൽ ചോദിക്കും, അത് ഏത് കാറ്റഗറിയിലായാലും. അപ്പം അതുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണമായ പദം ഏത് എന്നുള്ളതാണ്. വെണ്ണീർ, പകൽക്കിനാവ്, തിരുവാതിര, പെറ്റമ്മ. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണിത് അല്ലേ. പെറ്റമ്മ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഏതാണ് ഉത്തരം വരുന്നത്? പെറ്റമ്മ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്താണ് ലോപസന്ധി? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ലോപിച്ചു പോകുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പം പെറ്റമ്മ എന്ന് വരുന്നത് പെറ്റ ഇല്ല, പെറ്റ പ്ലസ് അമ്മ, പെറ്റമ്മ എന്നുള്ളതാണ് വരുന്നത്. എന്ത് ചെയ്യുന്നു? അകാരം ലോപിച്ചു പോകുന്നു എന്നുള്ളതാണ്. പെറ്റ പ്ലസ് അമ്മ, പെറ്റമ്മ. ഇവിടെ എന്ത് ലോപിച്ചു പോകുന്നു? അകാരം ലോപിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുകയാണ്. 4 സന്ധികളെക്കുറിച്ചും നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. കൃത്യമായി മനസ്സിലാക്കണം. സന്ധി എന്നാൽ ചേർച്ച എന്നാണെന്നും ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി 4 തരം സന്ധികളുണ്ട്. അവയെക്കുറിച്ചുള്ള നിരവധി ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പെറ്റമ്മ അടക്കം നമ്മളിവിടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണെന്ന കാര്യം നിങ്ങൾ കൃത്യമായി ഓർക്കണം. അപ്പം സന്ധികളെക്കുറിച്ച് ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായ ക്ലാസ്സുകൾ എടുത്ത് കാണുകയും അതൊന്ന് റിവിഷൻ ചെയ്യുകയും ചെയ്യണം. കാരണം സന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും നമ്മുടെ കേട്ടറ്റ് പരീക്ഷകളിൽ നിരന്തരമായി ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ണട ചിരുട്ടാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അടുത്ത ശൈലി വരികയാണ്. ഓക്കെ, ശൈലിയുമായി ബന്ധപ്പെട്ട 2ാമത്തെ ചോദ്യമാണ് അല്ലേ. ഈ ചോദ്യപേപ്പറിൽ തന്നെ ശൈലിയുമായി ബന്ധപ്പെട്ട 2ാമത്തെ ചോദ്യമാണ്. കണ്ണട ചിരുട്ടാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, കബളിപ്പിച്ച് കടന്നു കളയുക, സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടെത്തുക, യാഥാർത്ഥ്യത്തെ അവഗണിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തെ അവഗണിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഏതാണ് ഉത്തരം? നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ കരുതുകയാണ്. യാഥാർത്ഥ്യത്തെ അവഗണിച്ച് പ്രവർത്തിക്കുക, കണ്ണടച്ചിരുട്ടാക്കുക. എന്താണ് അതിൻ്റെ ഉത്തരം? യാഥാർത്ഥ്യത്തെ അവഗണിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശൈലികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യാഥാർത്ഥ്യത്തെ അവഗണിച്ച് പ്രവർത്തിക്കുക, ശരിയായ വസ്തുതയെ മറന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഇവിടെ വീണ്ടും നമ്മുടെ അടുത്ത് ഒരു അർത്ഥം ചോദിക്കുകയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ കൂനുള്ള എന്ന അർത്ഥം വരുന്ന വാക്ക് ഏത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് വരാം. മന്ദര, 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 മന്ദര. പറയുമ്പോൾ എല്ലാം ഒരേ ഉച്ചാരണം പോലെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. 4 ഉച്ചാരണം തന്നെയാണ്, 4 അക്ഷരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഏതായിരിക്കാം ഉത്തരം? നിങ്ങളെ കുറച്ചുകൂടെ സങ്കീർണമായൊരു സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതാണ്? ഓപ്ഷൻ ബി, മന്ദര എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം എന്നുള്ളതാണ്. ഓക്കെ, വയറ്റത്തടിക്കുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? അപ്പം ശൈലിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടെ വരികയാണ്. വയറ്റത്തടിക്കുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്രശ്നം വഷളാക്കുക, പശ്ചാത്തപിക്കുക, പരിഹസിക്കുക, ഉപജീവന മാർഗം മുട്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വയറ്റത്തടിക്കുക എന്നതുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ഡി ആണ്, ഉപജീവന മാർഗം മുട്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ? ഓപ്ഷൻ ഡി ആണ്, ഉപജീവന മാർഗം മുട്ടിക്കുക എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു.
സന്ദർഭത്തിനനുസരിച്ച് വേണ്ടത് തോന്നിപ്പിക്കുവാനുള്ള ബുദ്ധി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏത് എന്നുള്ളതാണ്. സന്ദർഭത്തിനനുസരിച്ച് വേണ്ടത് തോന്നിപ്പിക്കാനുള്ള ബുദ്ധി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏത് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. പ്രത്യുൽപ്പന്നമിതുത്വം, അനിയത വൃത്തി, പരകായ പ്രവേശം, യഥാസ്തുതികത്വം എന്നുള്ളതാണ്. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കൊണ്ടുവന്നേ. ഏതാണ് ഉത്തരമായി വരുന്നത്? നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്, അനിയത വൃത്തി എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, അനിയത വൃത്തി എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യാകരണപരമായി ഉചിതമായ വാക്യം ഏതാണ്? വ്യാകരണപരമായി ഉചിതമായ വാക്യം എന്നതിന് അർത്ഥം എന്താണ്? ശരിയായ വാക്യം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യാകരണപരമായി ഉചിതമായ വാക്യം ഏതാണ്? പദശുദ്ധി, വാക്യശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. വാക്യശുദ്ധിയിൽ നിന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യാകരണപരമായി ഉചിതമായ വാക്യം ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എല്ലാ തിങ്കളാഴ്ചയും പരീക്ഷയുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും പരീക്ഷയുണ്ട്. എല്ലാ തിങ്കളാഴ്ച തോറും പരീക്ഷയുണ്ട്, പതിവായുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും പതിവായി പരീക്ഷയുണ്ട്. തിങ്കളാഴ്ച തോറും പരീക്ഷ പതിവുണ്ട്. വളരെ കൃത്യമായി ആഴത്തിൽ മനസ്സിലാക്കി വായിക്കണം. ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചു നോക്കൂ. എല്ലാ തിങ്കളാഴ്ചയും പരീക്ഷയുണ്ട്. എല്ലാ തിങ്കളാഴ്ച തോറും പരീക്ഷ പതിവായുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും പതിവായി പരീക്ഷയുണ്ട്. തിങ്കളാഴ്ച തോറും പരീക്ഷ പതിവുണ്ട്. ഏതായിരിക്കാം ശരിയായ ഉത്തരം വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഒന്ന് വേഗം നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം കൊണ്ടുവന്നേ. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ എ ആണ് അല്ലേ? എല്ലാ തിങ്കളാഴ്ചയും പരീക്ഷയുണ്ട്. ബാക്കി എല്ലാത്തിനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലേ? എല്ലാ തിങ്കളാഴ്ച തോറും, എല്ലാ തിങ്കളാഴ്ച തോറും അവിടെ ആവശ്യമില്ല. എല്ലാ തിങ്കളാഴ്ചയും പതിവായി ആവശ്യമില്ല. തിങ്കളാഴ്ച തോറും ആവശ്യമില്ല. അപ്പം നോക്കൂ, എല്ലാ തിങ്കളാഴ്ചയും പരീക്ഷയുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള വാക്യങ്ങളിലെല്ലാം ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ പ്രയോഗിക്കുന്ന രീതി കാണപ്പെടുന്നു എന്നുള്ളതാണ് ബാക്കി എല്ലാ ഓപ്ഷനും തെറ്റായിരിക്കാനുള്ള കാരണം എന്നുള്ളതാണ്. ഓക്കെ, അബ്ദി എന്ന പദത്തിന്റെ അർത്ഥം എന്തെന്നാണ്? അർത്ഥങ്ങൾ നിരന്തരമായി ചോദിക്കുന്നു. അപ്പം ഇത് മൂന്നാമത്തെ തവണയാണ് അബ്ദി എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. നോക്കൂ, പക്ഷി, സമുദ്രം, ആകാശം, നേട്ടം. പക്ഷി, സമുദ്രം, ആകാശം, നേട്ടം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുകയാണ്. സമുദ്രമാണ് കേട്ടോ. ഓപ്ഷൻ ബി സമുദ്രമാണ് അതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളപ്പം അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സലിംഗ ബഹുവചനം അല്ലാത്ത പദം ഏത് എന്നുള്ളതാണ്. ഇപ്പോൾ മലയാളം ഗ്രാമറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ വചനത്തിന് കീഴിൽ ഏകവചനം, ബഹുവചനം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ടെന്നും അതിന് കീഴിൽ വീണ്ടും ഉപവിഭാഗങ്ങളുണ്ടെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പം വചനം നമ്മൾ വളരെ വിശദമായി നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. കൃത്യമായി പഠിക്കണം. വചനവുമായി ബന്ധപ്പെട്ടും നാമപദങ്ങളുമായി ബന്ധപ്പെട്ടും ലിംഗപ്രത്യയങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ചോദ്യങ്ങൾ നിരന്തരമായി വരാറുണ്ട്. അപ്പം സന്ധി, സമാസം ഇതൊക്കെ ചോദ്യങ്ങളുമായി കേട്ടിട്ട് പരീക്ഷകളിൽ നിരന്തരമായി വരാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വചനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സലിംഗ ബഹുവചനം അല്ലാത്ത പദം ഏത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ആദ്യം നോക്കാം. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അധ്യാപകർ, പുരുഷന്മാർ, അമ്മമാർ, സ്ത്രീകൾ എന്നുള്ളതാണ്. അധ്യാപകർ, പുരുഷന്മാർ, അമ്മമാർ, സ്ത്രീകൾ എന്നുള്ളതാണ്. അപ്പം ഏതാണ് ഉത്തരം എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അധ്യാപകർ എന്നുള്ളതാണ്. ഓക്കെ, അധ്യാപകർ എന്നുള്ളതാണ്. എന്താണ് അധ്യാപകർ വരാനുള്ള കാരണം? സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? സലിംഗ ബഹുവചനം. ഓക്കെ, ക്ലിയർ? സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അധ്യാപകർ ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യമാണ്. മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ്. അപ്പം നാമത്തിന് കീഴിൽ വരുന്ന ചോദ്യമാണിത്. മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ്. അപ്പോൾ സർവനാമത്തിന് പിന്നെയും ഉപവിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് മധ്യമ പുരുഷ സർവനാമം. അതിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. അവൾ, അവർ, അദ്ദേഹം, നീ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. എ, ബി, സി, ഡി. അവൾ, അവർ, അദ്ദേഹം, നീ. നോക്കാം നമുക്ക് ഉത്തരം ഏതാണ് വരുന്നത്. ഉത്തരം വരുന്നത് നീ ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, നീ ആണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്തിന് ഉത്തരമായിട്ട് വരുന്നത്? മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏതാണ്? നീ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആരോടാണോ സംസാരിക്കുന്നത് അയാളെ സൂചിപ്പിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നീ, നിങ്ങൾ,
താൻ, താങ്കൾ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ് എന്നുള്ളതാണ്. അപ്പം നാമങ്ങളെക്കുറിച്ച്, സർവനാമത്തെക്കുറിച്ചും പിന്നെ മറ്റ് എല്ലാ ഗുണനാമത്തെക്കുറിച്ചും ക്രിയാനാമത്തെക്കുറിച്ചും എല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്, കൃത്യമായി പഠിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മധ്യമ പുരുഷ സർവനാമമാണ് എന്നുള്ളതാണ്. ശരി, അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏത് എന്നുള്ളതാണ്. പദശുദ്ധിയാണ് ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏത് എന്നുള്ളതാണ്. ഐച്ഛികം എന്ന പദമാണ് തന്നിരിക്കുന്നത്. ഏതാണ് ശരിയായ രൂപം? ഐച്ഛികം എങ്ങനെയാണ് എഴുതുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്ന് കരുതുകയാണ്. കാരണം നമ്മൾ ഇത് പലതവണ നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ ആവർത്തിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ പദവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ശരിയായ രൂപം? ഏതാണ് ശരിയായ രൂപം? വളരെ പെട്ടെന്ന് നിങ്ങൾ റിവിഷൻ ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഉത്തരം. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഉത്തരം ഏതാണ്? ഐച്ഛികം എന്നുള്ളതാണ്. ഓക്കെ, ഐച്ഛികം എന്നുള്ളതാണ് ശരിയായ രൂപം. എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഐച്ഛികം എന്നുള്ളതാണ് ശരിയായ രൂപം. മറ്റുള്ളതെല്ലാം എന്താണ്? തെറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, ഐച്ഛികം എന്നുള്ളതാണ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഐച്ഛികം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡിയുമായുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻ ഡിയുമായി ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ രൂപമായി വരുന്നത് എന്നുള്ളതാണ്. ഇനി മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന വാക്യത്തിലെ അണം എന്നത് ഏതു പ്രകാരത്തിന് ഉദാഹരണമാണ് എന്നുള്ളതാണ്. ചോദ്യം കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് ഒറ്റ വായനയിൽ കുറച്ച് കഠിനമായ ഒരു ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ആഴത്തിലുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയൂ എന്നുള്ളതാണ്. ഇപ്പോൾ മലയാളം ഗ്രാമറുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട്, ശൈലികളുമായി ബന്ധപ്പെട്ട്, മറ്റ് സന്ധിയുമായി ബന്ധപ്പെട്ടും സമാസവുമായി ബന്ധപ്പെട്ടും എല്ലാം, വചനവുമായി ബന്ധപ്പെട്ടും എല്ലാം നിരവധിയായ ചോദ്യങ്ങൾ, അതും ഉൾപ്പിരിവുകളിൽ നിന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറമേയുള്ള ഒരു പഠനം കൊണ്ട് കാര്യമില്ല. വളരെ ആഴത്തിൽ തന്നെ പഠിക്കണം. പ്രത്യേകിച്ച് മലയാളം ഐച്ഛിക വിഷയമായി എടുത്തിട്ടുള്ളവർക്കുള്ള പരീക്ഷ കൂടിയാണ് ഇതെന്നുള്ള ബോധ്യം ആ ചോദ്യത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള അതിൻ്റെ സ്റ്റാൻഡേർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നോക്കൂ, മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന വാക്യത്തിലെ അണം എന്നത് ഏത് പ്രകാരത്തിന് ഉദാഹരണമാണ് എന്നുള്ളതാണ്. നോക്കൂ, നിയോജിക പ്രകാരമാണോ, നിർദ്ദേശക പ്രകാരമാണോ, വിധായക പ്രകാരമാണോ, ആശംസക പ്രകാരമാണോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഏതാണ് ശരിയായ ഉത്തരം. അത് ഓപ്ഷൻ സി, വിധായക പ്രകാരമാണ് എന്നുള്ളതാണ്. ഓക്കെ, വിധായക പ്രകാരമാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത്. എന്താണ് വിധായക പ്രകാരം എന്ന് പറയുന്നത്? അണം എന്ന പ്രത്യയം വിധായക പ്രകാരത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബഹുമാനിക്കണം, പറയണം, ഇതൊക്കെ എന്താണ്? അണം വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? വിധായക പ്രകാരത്തിൽ വരുന്നവയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. ശരി, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാത്തത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായി നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. തിര അടങ്ങിയിട്ട് മീൻ പിടിക്കാൻ ഒക്കുമോ എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? അപ്പം ഒരു പഴഞ്ചൊല്ല് ചോദിക്കുകയാണ്. ആ പഴഞ്ചൊല്ലിൻ്റെ ആശയമാണ് ഇവിടെ ചോദ്യമായി വന്നിരിക്കുന്നത്. തിര അടങ്ങിയിട്ട് മീൻ പിടിക്കാൻ ഒക്കുമോ എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത് എന്നുള്ളതാണ്. നോക്കൂ, അവിവേകിക്കൊന്നും നേടാനാവില്ല, പരിഹരിക്കാൻ പ്രയാസമുള്ള പ്രശ്നം, എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഒരു കാര്യത്തിൽ ഇറങ്ങാൻ കഴിയില്ല, പരസ്പരം പൊരുത്തപ്പെടാത്ത സ്വഭാവം എന്നുള്ളതാണ്. ഓക്കെ, ആ പഴഞ്ചൊല്ല് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. തിര അടങ്ങിയിട്ട് മീൻ പിടിക്കാൻ ഒക്കുമോ എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ഇനി ഒന്നും കൂടെ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഏതായിരിക്കും ഉത്തരം? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വളരെ വേഗം മനസ്സിലേക്ക് കൊണ്ടുവന്ന ഉത്തരം നമുക്ക് നോക്കാം. ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ സി ആണ് അല്ലേ? ഒറ്റ വായനയിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ള ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാൻ കഴിയില്ല. തിര അടങ്ങിയിട്ട് മീൻ പിടിക്കാൻ ഒക്കുമോ എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്താണ്? അത് ഓപ്ഷൻ സി, എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഒരു കാര്യത്തിനിറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുന്നു, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. എട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥത്തിന് സമാനമായ പഴഞ്ചൊല്ല് ഏത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ചോദ്യം നോക്കുക, എത്രത്തോളം ഉള്ളിലേക്ക് കടന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക. എട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥത്തിന് സമാനമായ പഴഞ്ചൊല്ല് എന്ത്? ഒരു പഴഞ്ചൊല്ല് ചോദിച്ച് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥത്തിന് സമാനമായ മറ്റൊരു പഴഞ്ചൊല്ലാണ് നമ്മുടെ ചോദിക്കുന്നത്. ഓക്കെ, പഴഞ്ചൊല്ലുകൾ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചോദ്യം കേട്ട് പേടിക്കേണ്ടതില്ല. നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. നോക്കൂ, പശു ചത്തു, മോരിലെ പുളിയും പോയി, കണ്ണാടിയിലെ പണം കാര്യത്തിന് തകില്ല, കടലിൽ ചെന്നാലും നായ നക്കിയെ കുടിക്കൂ,
മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? അപ്പം ഒരു പഴഞ്ചൊല്ല് തന്നിട്ട് ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥത്തിന് സമാനമായ മറ്റൊരു പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കാം ഉത്തരം? ഒന്ന് വേഗം ഓടിച്ച് വായിച്ചു നോക്കിയേ. നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത്. വളരെ എളുപ്പമാണ് അല്ലേ? ABCD. നമ്മൾ ആ ചോദ്യത്തിൽ കാണുന്ന അത്ര സങ്കീർണത ഉത്തരങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. കണ്ണാടിയിലെ പണം എന്തിനു തികയില്ല? കാര്യത്തിന് ഉതകില്ല എന്നുള്ളതാണ്. അപ്പോൾ കണ്ണാടിയിലെ പണം കാര്യത്തിന് ഉതകില്ല എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പം കണ്ണാടിയിലെ പണം കാര്യത്തിന് ഉതകില്ല. എന്താണ്? കണ്ണാടിയിൽ കാണുന്ന പണം അത് നമുക്ക് പ്രയോജനകരമല്ല, അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലേ? അതാണ് വരുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് എന്നത് ഓർക്കണം. ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ രൂപം ഏത് എന്നുള്ളതാണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ മലയാളത്തിൽ വരുന്നത്. അപ്പം ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ രൂപം ഏത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. അസ്ഥിവാരം, ഐക്യകണ്ഠേന, ഷഷ്ടിപൂർത്തി, ഇദം പര്യന്തം. തെറ്റായ രൂപമാണ്. ഓക്കെ, തെറ്റായ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ രൂപം ഏത് എന്നുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി 3 എണ്ണം ശരിയാണ്. ഇത് പല വാക്കുകളും നമ്മൾ പലപ്പോഴായി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഉത്തരത്തിലേക്ക് വരുന്നു. ഏതാണ്? ഐക്യകണ്ഠേന എന്നുള്ളതാണ് തെറ്റായ രൂപം. ബാക്കിയെല്ലാം ശരിയാണ്. അസ്ഥിവാരം ശരിയാണ്, ഷഷ്ടിപൂർത്തി ശരിയാണ്, ഇദം പര്യന്തം ശരിയാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ എന്ത് എഴുതി വെക്കും? ഇദം പര്യന്തം എഴുതാൻ സാധ്യതയുണ്ട്. ഇദം പര്യന്തം അല്ല ഇവിടെ തെറ്റായിട്ടുള്ളത്. ഏതാണ്? ഐക്യകണ്ഠേനയാണ് എന്നത് കൃത്യമായി ഓർക്കണം. എങ്ങനെയാണ് ഐക്യകണ്ഠേന എന്ന് എഴുതുക? ഐക്യകണ്ഠേന എന്നത് എങ്ങനെയാണ് എഴുതുക? ഐക്യകണ്ഠേന എന്നത് ഈ രീതിയിലാണ് എഴുതുക. ഇത് കൃത്യമായി പഠിക്കണം. ഇത് നിരന്തരമായി ചോദിക്കുന്ന ഒരു വാക്കുകൂടിയാണ് എന്ന കാര്യം കൃത്യമായി ഓർക്കുക. ഐക്യകണ്ഠേന എന്നത് ഇതിൻ്റെ ശരിയായ രൂപം എന്താണ്? ഐക്യകണ്ഠേന എന്നുള്ളതാണ് എന്നത് കൃത്യമായി ഓർക്കണം. ഇവിടെയാണ് അവിടെ തെറ്റ് വന്നിരിക്കുന്നത് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പടിയിലൂടെ ഇറങ്ങുന്നു ഈ വാക്യത്തിലെ ഗതി എഴുതുക. ഓക്കെ, അപ്പോൾ ഗ്രാമറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം പടിയിലൂടെ ഇറങ്ങുന്നു ഈ വാക്യത്തിലെ ഗതി എഴുതുക എന്നുള്ളതാണ്. അപ്പം കാറ്റഗറി 3 ചോദ്യപേപ്പറാണ്. അതുകൊണ്ട് തന്നെ മലയാളം ഐച്ഛിക വിഷയമായി എടുത്തിട്ടുള്ളവരെ മുൻനിർത്തിയിട്ടാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ നോക്കൂ, പടിയിലൂടെ ഇറങ്ങുന്നു ഈ വാക്യത്തിലെ ഗതി എഴുതുക. അപ്പം വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയൂ. ഊടെ, ഇൽ, ഊന്നു, ഇലൂടെ എന്നുള്ളതാണ്. ഏതായിരിക്കാം ഗതി? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ഊടെയാണ് അല്ലേ? ഊടെ എന്നുള്ളതാണ് ഇവിടെ ഗതിയായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യം അതിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അഭിജ്ഞാനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? വാക്കുകളുടെ അർത്ഥം ഇത് 3ാമത്തേതാണ്. അഭിജ്ഞാനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. അർത്ഥം കൃത്യമായി പഠിക്കണം. ഓരോ വാക്കുകളുടെയും അർത്ഥവും അതിൻ്റെ വിപരീത പദങ്ങളും എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴഞ്ചൊല്ലുകൾ, ശൈലികൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. അഭിജ്ഞാനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. പാണ്ഡിത്യം, അഗാധമായ അറിവ്, അറിയാനുള്ള ആഗ്രഹം, അടയാളം. അഭിജ്ഞാനം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളോട് സംസാരിച്ചിട്ടുള്ളതാണ്. പാണ്ഡിത്യം, അഗാധമായ അറിവ്, അറിയാനുള്ള ആഗ്രഹം, അടയാളം. ഏതാണ് ഉത്തരമായി വരുന്നത്? അടയാളം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, അടയാളം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അഭിജ്ഞാനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അടയാളം എന്നുള്ളതാണ്. അഭിജ്ഞാന ശാകുന്തളം പറയുന്ന സമയത്ത് വളരെ കൃത്യമായി ഈ വാക്കിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ, ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. വിദ്യുത്, ശക്തി എന്നിവ ചേർന്ന ശരിയായ പദം ഏത്? എത്രയോ തവണ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. സന്ധി എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി വിശകലനം ചെയ്തിട്ടുള്ള ഒരു പദമാണിത്. വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി. അപ്പോൾ പറയുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും അല്ലേ? എങ്കിലും 4 രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നമ്മൾ സന്ധി എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്. അപ്പം ഇതേതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? വിദ്യുത് ശക്തി എന്നുള്ളതാണ് എന്താണ് ശരിയായ രൂപമായി വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം വിദ്യുത് ശക്തി, മറ്റുള്ളവ എന്തല്ല? ശരിയായ പദങ്ങളല്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കിട്ടിയെന്ന് ഞാൻ കരുതുകയാണ്. ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് ഒരു കാരണവശാലും തെറ്റിപ്പോകരുത്. കാരണം മിക്ക പരീക്ഷകളിലും നിരന്തരമായി ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണിത്. വിദ്യുത് ശക്തി എന്ന് പറയുന്ന പദം പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും ഒക്കെ ചോദിക്കുന്നുണ്ട്. സന്ധിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കണം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്നുള്ളത്. ഓക്കെ, അപ്പം കാറ്റഗറി 3 പാർട്ട് 2 മലയാളം
ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ വിശകലനം ചെയ്തത്. അപ്പം ഈ ചോദ്യങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പുറമേയുള്ളൊരു പഠനം കൊണ്ട് മാത്രം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. കൃത്യമായ ആഴത്തിലുള്ള അടിയുറച്ച ഒരു പഠനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാനും നല്ലൊരു മാർക്ക് നേടിയെടുക്കാനും കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഞാൻ കരുതുകയാണ്. ഒപ്പം മലയാളം ഗ്രാമർ ഭാഗങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പദങ്ങളുടെ അർത്ഥങ്ങൾ, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സന്ധി, സമാസം, വചനപ്രത്യയങ്ങൾ, ഒപ്പം നാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പം മുന്നോട്ടുള്ള പഠനത്തിന് ഈ ചോദ്യപേപ്പർ വിശകലനം നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.